വളരെ ഭംഗിയായി നിർവഹിക്കാൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചു. തീർച്ചയായും ജില്ലാ പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയത്തിൽ ഈ പരിപാടി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന് വളരെ സന്തോഷം അറിയിക്കാൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീർച്ചയായും മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥിനികളും നമ്മുടെ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ നിങ്ങൾക്ക് നൽകിയ ഈ ചെറിയതായ ഒരു സ്കോളർഷിപ്പ് ആണെങ്കിലും അത് വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കാനുള്ള മനസ്സ് ഈ വിദ്യാർത്ഥിനികൾ ഉണ്ടാവണം. അൽഹംദുലില്ലാ, തീർച്ചയായും ഇനിയും നിങ്ങൾ ഉയരങ്ങൾ എത്തുന്തോറും നമ്മുടെ സഹായങ്ങളും വർദ്ധിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഈ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന ബഹുമാന്യനായ നമ്മുടെ MLA, നമ്മുടെ വിശിഷ്ടാതികൾ എല്ലാവർക്കും ഈ സംഘടനയുടെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിക്കും. മലപ്പുറം ജില്ലയിലെ നമ്മുടെ ഒരു പ്രവർത്തകനും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ അബ്ദുസ്സലാം എന്ന സഹോദരൻ ഈ പരിപാടിയിലില്ല. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് സുഖമില്ലാത്തത് കൊണ്ട് അദ്ദേഹം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. തീർച്ചയായും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മരുന്ന്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളും പേരൻസും ഒരു കുഞ്ഞിൻ്റെ ആയുസ്സിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു ആ കുഞ്ഞിന് പരിപൂർണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിൽ പ്രാർത്ഥിക്കണം. അത്രയും ഞങ്ങളെ കൂടെ മെനക്കെടുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ വന്നോ എന്ന്. അതൊരു ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് മറന്നു പോകരുത്. എല്ലാവർക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും സംഘടനയുടെ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ്റെ പേരിൽ നന്ദി പ്രകാശിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.